ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാദീസ് കോർണർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 250 ml ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. തണുത്ത വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. കേക്കിനുണ്ടാക്കുന്ന പോലെ സ്റ്റിഫ് പീക്കൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ഡബിളായാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ തണ്ണിമത്തൻ്റെ ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് തണ്ണിമത്തൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതൊട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത ജ്യൂസാണ്. ഇനി ഇതും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഒഴിച്ച് വെക്കാം. ഞാനിപ്പോൾ ഒരു പഴയ ഐസ്ക്രീമിൻ്റെ പാത്രത്തിലാണ്, ഒഴിവാക്കിയൊരു നമ്മൾ ഉപയോഗിച്ചൊരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത്. ഇതിൻ്റെ മുകളിലൊരു ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് ഇതാക്കാം. ബാക്കി ഇനി ഒരു 8 മണിക്കൂർ അത് ഫ്രീസ് ചെയ്തതിന് ശേഷം വീണ്ടും എടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കട്ടായിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഓഫായി കളിഞ്ഞത് പുള്ളിട്ടിട്ട് 8 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ ബീറ്റ് ചെയ്യണം. ഇത് രണ്ടാമതൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. ഇതേ മറ്റേ കണ്ടെയ്നർ തന്നെ ഒഴിച്ച് വെച്ച് വീണ്ടും ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇവിടെ കറണ്ട് പോയതുകൊണ്ടാണ് കുറച്ച് ലൂസായി പോയത്. ഇത് സ്ട്രോബെറി എസൻസാണ് മുകളിൽ ചേർത്തത്. വെറും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.